ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഡെലിഗേഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ എൻ്റയർ കാര്യങ്ങൾ നമുക്ക് ഡെലിഗേഷനിലേക്ക് പോകാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ലെവൽ 1 ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ആ ലെവൽ 1 ലീഡേഴ്സ് നിലവിലുള്ള എല്ലാ റെക്കറിംഗ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക. അവരെ മാത്രം നമ്മൾ മാനേജ് ചെയ്യുക. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതും ഈ ലെവൽ 1 ലീഡേഴ്സ് ആയിരിക്കണം. ഈ ആൾക്കാർ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഫോളോ അപ്പ് ചെയ്യുക. അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മൈക്രോ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടില്ല. ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവർ ഉറപ്പ് വരുത്തുക. അവർ അതൊക്കെ നോക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെലിഗേഷൻ പാർട്ടിലേക്ക് പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അവർക്ക് വേണ്ട മെയിൻ ക്വാളിറ്റി എന്താ വെച്ചാൽ, ഒന്ന് അവരെ ഏത് സെക്ഷനാണോ നമ്മൾ ഏൽപ്പിക്കുന്നത് ആ സെക്ഷനിൽ അവർ കൃത്യമായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ഒരു എക്സ്പെർട്ടൈസ് അവർക്ക് ഉണ്ടാവണം. അവരൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കൈകാര്യം ചെയ്ത ആൾക്കാരായിരിക്കും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ സൈറ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സൈറ്റ് പോകാത്ത ഒരാൾക്ക് ഒരിക്കലും സൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സൈറ്റ് സൂപ്പർവൈസർ ആയിട്ടുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അറിയില്ല സൈറ്റിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം ജെന്യൂനാണ്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അവരെ പോലെ തന്നെ അതേ രീതിയിലുള്ള ലീഡേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പം അവരെ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.